ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് കം ടു ജീസസ് എന്ന് ആവശ്യപ്പെട്ടതിന് വിശദീകരണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. നെതന്യാഹുവിന്റെ പ്രവൃത്തികൾ ഇസ്രായേലിനെ സഹായിക്കുകയല്ല, മറിച്ച് വേദനിപ്പിക്കുകയാണെന്നും ജോ ബൈഡൻ തുറന്നടിച്ചു. അതേസമയം ബൈഡന്റെ വിലയിരുത്തൽ തള്ളി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിട്ടുമുണ്ട്. കം ടു ജീസസ് പറഞ്ഞത് മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ആരോട്? ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട്. ഈ വിവരം എങ്ങനെ പുറത്തായി? അമേരിക്കയുടെ ഭരണ ശ്രീകോവിലായ ക്യാപിറ്റോൾ ഹില്ലിലെ മൈക്ക് ഓണായതറിയാതെ ബൈഡൻ തന്നെ പറഞ്ഞപ്പോൾ വൈകി വന്ന വിവേകം. പക്ഷേ ഇത് ഏറെ വൈകിപ്പോയി. 4 വർഷത്തെ ഭരണ നേട്ടങ്ങളുടെ പ്രോഗ്രസ് കാർഡ് പ്രിന്റ് ചെയ്യുന്ന തിരക്കിൽ ജോ ബൈഡൻ ഗസയിൽ കൊല്ലപ്പെട്ട നിരപരാധികളുടെ കണക്കുകൾ ഒരിക്കലും മറന്നു പോകരുത്. ഓവൽ ഓഫീസിന് കൈ അകലത്തിൽ സ്വയം തീ കൊളുത്തി പാലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ആത്മഹത്യ ചെയ്ത US വ്യോമസേന ഉദ്യോഗസ്ഥൻ ആരോൺ ബുഷ്നലിൻ്റെ പേരും ഒരിക്കലും മറക്കരുത്. തൻ്റെ നാടായ സദേൺ ഡെൽവെയറിൽ അതീവ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചകൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കം ടു ജീസസ് എന്ന് ബൈഡൻ പിന്നീട് വിശദീകരണം നൽകിയിട്ടുണ്ട്. ജോൺ ഹോപ്കിൻസിലെയും ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ, ട്രോപ്പിക്കൽ മെഡിസിൻ എന്നീ സ്ഥാപനങ്ങളിലെ ഗവേഷകർ തയ്യാറാക്കിയ വിശദമായ പഠന റിപ്പോർട്ടിലുള്ള വളരെ ഭയപ്പെടുത്തുന്ന കണക്കുകളൊക്കെ ഈ ബൈഡനെ സ്വാധീനിച്ചിരിക്കാം. ഗസയിൽ യുദ്ധം 6 മാസം തുടർന്നാൽ 85,000-ഓളം പലസ്തീനികൾക്ക് ജീവൻ നഷ്ടപ്പെടുമെന്ന് പഠന റിപ്പോർട്ട് വന്നിരിക്കുന്നു. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെയും ലണ്ടൻ സ്കൂൾ ഓഫ് മെഡിസിൻ്റെയും ഗവേഷകരുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘമാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനമായും 3 സാധ്യതകളാണ് ആ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഗസയിൽ യുദ്ധം മുറുകുകയാണെങ്കിൽ ഏറ്റവും മോശമായ പ്രതികൂല സാഹചര്യത്തിൽ പരിക്കുകളും അസുഖങ്ങളും മൂലം ഗസയിൽ 85,000-ഓളം പാലസ്തീൻകാർക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാം. ഇപ്പോൾ മരണമടഞ്ഞ 29,000-ത്തിലധികം പേർക്ക് പുറമെയാണ് ഈ കണക്കുകളെന്ന് ഓർക്കണം. ഇനി യുദ്ധം ഇതേ രീതിയിൽ യാതൊരു മാറ്റവും കൂടാതെ തുടരുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഇപ്പോഴത്തെ കണക്കുകൾക്ക് പുറമെ 58,000-ഓളം മരണം സംഭവിക്കാം. ഇനി ഇതിനിടയിൽ കോളറ പോലെയുള്ള പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെട്ടാൽ മരണനിരക്ക് 6,600 കവിയും. 3 സാധ്യതകളിലെ ഏറ്റവും അപകടം കുറഞ്ഞ, അതായത് ഇപ്പോൾ ഈ നിമിഷം ഒരു സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പിലാക്കുവാൻ സാധിച്ചാൽ പോലും ഇനിയൊരു 6,500 പേർക്ക് 6 മാസത്തിനുള്ളിൽ ജീവൻ നഷ്ടപ്പെടും. അന്താരാഷ്ട്ര ആരോഗ്യ വിദഗ്ധനും ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ പ്രൊഫസറുമായ ഡോക്ടർ ഫ്രാൻസിസ്കോ കെക്കി പറയുന്നത് ഈ പഠന റിപ്പോർട്ട് ഒരിക്കലും ഒരു വാദപ്രതിവാദത്തിനല്ല, എന്നാൽ അധികാര കേന്ദ്രങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നവർ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കുവാനാണ്. യാതൊരു സംശയവും വേണ്ട, ഫ്രാൻസിസ്കോ കെക്കിയും സംഘവും പറയുന്ന ഈ അധികാര കേന്ദ്രങ്ങളുടെ പട്ടിക ആരംഭിക്കുന്നത് മറ്റാരിൽ നിന്നുമല്ല, അത് ജോ ബൈഡനിൽ നിന്നും ബെഞ്ചമിൻ നെതന്യാഹുവിൽ നിന്നുമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനോടുള്ള സംഭാഷണത്തിൽ ഉപയോഗിച്ച കം ടു ജീസസ് എന്ന പ്രയോഗത്തെപ്പറ്റി MSNBC ആങ്കർ ജോനത്തൻ കേപ്ഹാർട്ട് വീണ്ടും ബൈഡനോട് കുത്തി ചോദിച്ചപ്പോൾ ഒടുവിൽ ബൈഡൻ ആ സത്യം പറഞ്ഞു. താൻ ബീബി എന്ന് വിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ 50 വർഷമായി അടുത്തറിയാം. അതുകൊണ്ട് തന്നെ കം ടു ജീസസ് കൊണ്ട് താൻ ഉദ്ദേശിച്ചതും അയാൾക്ക് കൃത്യമായിട്ടറിയാം. ഗസയിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്നത് തടയുവാൻ ബെഞ്ചമിൻ നെതന്യാഹു ഏറെ ചെയ്യാനുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നു എന്ന് ബൈഡൻ പറയുന്നു. ഇപ്പോൾ ചെയ്യുന്നതെല്ലാം ഇസ്രയേലിന് സഹായകമല്ല, ഉപദ്രവമാണ്, ഇസ്രയേലിന്റെ നിലപാടുകൾക്ക് വിരുദ്ധവുമാണ്. Come to Jesus meeting. What do you mean by that? What I meant was, it's an expression used in the southern part of my state, meaning a serious meeting. And it was, I've known Bibi for 50 years, and he knew what I meant by it. But he must pay more attention to the innocent lives being lost as a consequence of the actions taken. He's hurting, in my view, he's hurting Israel more than helping Israel by making the rest of the world, it's contrary to what Israel stands for. ജീവൻ നൽകിയവന് മാത്രമേ ജീവൻ എടുക്കുവാൻ അവകാശമുള്ളൂ എന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന
ഒരു സമൂഹത്തിന് അന്തിമ ന്യായവിധിയിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം സാധിക്കില്ല എന്നൊരു വിശ്വാസം കൂടിയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര 24.